കൂട്ടുകാരെ, ഞാൻ രാമാനന്ദ ശാസ്ത്രിയാണേ. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോന്നറിയില്ല. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരാളെ ഓർക്കാതെ വയ്യ. ഇപ്പോ നിങ്ങളുടെ വാട്സപ്പിലെ ആ ചാറ്റ് ബോക്സില് സൂമിന്റെയും ജിമിറ്റിന്റെയും കുറെ ലിങ്കുകൾ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് റൂം മാറിയിട്ടുണ്ടോ? പണ്ട് എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഏത് ക്ലാസ്സിൽ കയറിയാലും അറിവ് കിട്ടുമെന്ന് വിചാരിച്ച് ഏതോ ഒരു ക്ലാസ് റൂമിന്റെ വാതിക്കെ ചെന്ന് നിന്ന് അവിടത്തെ കണക്ക് മാഷിന്റെ പൊതിരെ തല്ല് മേടിച്ചു കൂട്ടിയവൻ. പക്ഷേ ഞങ്ങൾക്കെല്ലാം സൂര്യൻ വൈകി ഉദിക്കുമ്പോഴും അവനെ മാത്രം 4 മണിക്ക് എങ്ങനെ വിളിച്ചുണർത്തുന്നുവെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കടത്തുവെള്ളം കൊണ്ട് കരക്കെത്തിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ജീവിതത്തിനിടയിൽ പെട്ടെന്നൊരു പാലം വന്നപ്പോൾ അവിടെയും തോറ്റുകൊടുക്കാതെ ആ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ അതിരാവിലെ പായുന്ന അവന്റെ സൈക്കിളും അതിൽ തൂക്കിയിട്ട സഞ്ചിയും ആ സഞ്ചി നിറച്ചുള്ള പത്രക്കെട്ടുകളും അവനെ ഏറെ വ്യത്യസ്തനാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ തോന്നിയിരുന്നു, അതിനിടയിൽ പെയ്തിരുന്ന ഓരോ മഴത്തുള്ളികളും മരച്ചുവട്ടിലിരുന്ന് പത്രം വായിക്കാനുള്ള അവസരം കൊടുക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ ക്ഷേത്രത്തിലെ പൂജയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ അഹിന്ദുവായിട്ട് പോലും ചുറ്റമ്പലത്തിന്റെ പുറത്തിരുന്ന് മന്ത്രോച്ചാരണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന അവനെ കണ്ടപ്പോൾ എനിക്ക് കൗതുകമാണ് തോന്നിച്ചത്. നിങ്ങളൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ള കോളേജ് അന്വേഷിക്കുമ്പോഴും എന്റെ ഈ കൂട്ടുകാരൻ പഠന ചിലവ് കുറഞ്ഞ ഒരു കലാലയത്തെയാണ് തിരഞ്ഞെടുത്തത്. ഒരു പക്ഷേ ആകാശത്തിലെ വിമാനത്തിന്റെ ചിറകുകൾ പരത്തണമെന്ന സ്വപ്നം കേവലം ഒരു റാങ്കിന്റെ വ്യത്യാസത്തിൽ ചിറകൊടിഞ്ഞപ്പോഴും തളരാതെ ആ മനസ്സിന്റെ അഗ്നിച്ചിറകുകൾ കൊണ്ട് ആകാശത്തിനും അപ്പുറമുള്ള ബഹിരാകാശത്തേക്ക് പറന്ന എന്റെ ഈ കൂട്ടുകാരനെ നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെട്ടിട്ടും ആരായി അറിയപ്പെടണമെന്ന് എന്റെ കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ അവൻ പറയാറുണ്ട്, ഒരു അധ്യാപകനായി അറിയപ്പെടുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നും എനിക്ക് ഇന്നേ വരെ തന്നിട്ടില്ല. പണമോ സ്വാധീനമോ അല്ല, മറിച്ച് സ്വപ്നവും കഠിനാധ്വാനവുമാണ് അവനെ അവനാക്കി മാറ്റുന്നതെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നതുകൊണ്ടായിരിക്കാം എന്റെ APJയുടെ ഓരോ ജന്മദിനവും വിദ്യാർത്ഥി ദിനമായി നമ്മൾ അനുസ്മരിക്കുന്നത്. ഒരു മികച്ച പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്ക് തുല്യമാണ്. എന്റെ ഈ സുഹൃത്ത് അനേകായിരം ഗ്രന്ഥശാലകൾക്കും അപ്പുറമാണ്. ചിലപ്പോൾ അവൻ ഓരോ കുട്ടികളുടെയും പാഠപുസ്തകമാണ്. അതുകൊണ്ടായിരിക്കാം ഓരോ സ്റ്റുഡൻസിന്റെയും അവനെ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും അവന്റെ ജന്മദിനം ഇത്ര മഹത്വമേറിയതായത്.